തമന്നയുമായുള്ള പ്രണയബന്ധം തകർന്നതിനെക്കുറിച്ചും സമൂഹമാധ്യമങ്ങളിൽ നിന്നും അപ്രത്യക്ഷനായതിനെക്കുറിച്ചും സംസാരിച്ച നടൻ വിജയ് വർമ്മ. പ്രണയബന്ധം പൊതുയിടത്തിലേക്ക് എത്തിയത് തന്റെ സ്വസ്ഥതയെയും സമാധാനത്തെയും ബാധിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആളുകൾ പ്രത്യേക കണ്ണിലൂടെ തന്നെ നോക്കാൻ തുടങ്ങിയെന്നും വിജയ് വ്യക്തമാക്കി. 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗുസ്താഖ് ഇഷ്ക് എന്ന ചിത്രവുമായി എത്തിയിരിക്കുകയാണ് അദ്ദേഹം. എല്ലാ ദിവസവും താൻ വാർത്തകളിൽ നിറഞ്ഞുവെന്നും ഇതെല്ലാം സഹിക്കാവുന്നതിനും അപ്പുറമായെന്നും വിജയ് പറഞ്ഞു. പ്രണയം പരസ്യപ്പെടുത്തിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് താൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നും താരം കൂട്ടിച്ചേർത്തു. തമന്നയുമായുള്ള പ്രണയകാലത്തിനിടയിൽ പുതിയ സിനിമകളൊന്നും ലഭിച്ചിട്ടില്ല. ആളുകൾക്ക് മറ്റു പലതും ചർച്ച ചെയ്യാനായിരുന്നു താല്പര്യം. കരിയറിൽ അത്തരമൊരു കാലം മുൻപ് വന്നിട്ടില്ലെന്നും വിജയ് പറഞ്ഞു. തന്റെ സ്വകാര്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും ഇത് തന്നെ വല്ലാതെ ഉലച്ചുകളഞ്ഞുവെന്നും വിജയ് കൂട്ടിച്ചേർത്തു. മനഃപൂർവ്വം ഇടവേളയെടുത്തുവെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ പൂർണ്ണമായ നിശബ്ദത ആഗ്രഹിച്ചു. IC-814 ദ കാണ്ഡഹാർ ഹൈജാക്ക് മുതൽ ഞാൻ പത്രങ്ങളുമായി സംസാരിച്ചിട്ടില്ല, ഒരു അഭിമുഖവും നൽകിയിട്ടില്ല. എന്നിട്ടും എന്റെ സാന്നിധ്യം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അത് എന്റെ നിയന്ത്രണത്തിന് അതീതമാണ്. നിങ്ങളുടെ തീരുമാനങ്ങളും ജീവിതങ്ങളും എല്ലാ ദിവസവും നിരീക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് ഒരു ഇടവേള ആവശ്യമായിരുന്നു, കൂടുതൽ നിശബ്ദത ആവശ്യമായിരുന്നു. പക്ഷേ എന്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളായിരുന്നു അത്, വിജയ് വർമ്മ പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു പ്രത്യേക ബോക്സിൽ ഉൾപ്പെടുന്നതിനെക്കുറിച്ച് വിഷമിച്ചിട്ടില്ല. ഒരു പ്രധാന നടനാകാനുള്ള യാത്ര ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ജോലിയൊന്നും ഇല്ലാതെയോ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടോ കുറച്ചു വർഷങ്ങൾ ചെലവഴിച്ചു. എന്റെ ആത്മാർത്ഥതയും ഈ ജോലിയോടുള്ള നിരന്തരമായ താല്പര്യവും കാരണം ഞാൻ ഒരു പ്രധാന നടനാകാൻ അർഹനായിരുന്നുവെന്ന് എനിക്കറിയാം. അതിനായി ഞാൻ പ്രവർത്തിച്ചു, വിജയ് പറഞ്ഞു. 2023 തമന്നയും വിജയും തമ്മിൽ പ്രണയത്തിലായത്. കുറച്ചു നാളുകൾക്ക് മുൻപാണ് നടൻ വിജയ് വർമ്മയുമായുണ്ടായിരുന്ന പ്രണയബന്ധം തമന്ന അവസാനിപ്പിച്ചത്. ഇരുവരുടെയും അടുത്ത സുഹൃത്താണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2 വർഷത്തോളം ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു.